ജമ്മുവിലെ ആപ്ശംഭു ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നത്. ശ്രീനാഥ്, എനിക്ക് തോന്നുന്നു അവിടെയും ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായ സ്ഥലമാണെന്ന് തോന്നുന്നു. തീർച്ചയായും ആഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ആപ്ശംഭു മന്ദിറിലേക്ക് പോകുന്ന ആ വഴിയാണ്, ആ റോഡിലാണ്. ഇവിടുന്ന് ഏതാണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയാലാണ് ആ ക്ഷേത്രം ഉള്ളത്. ഏതായാലും ആ പോകുന്ന വഴിയിലാണ് ഒരു ഡ്രോൺ വന്ന് പതിച്ചിട്ടുള്ളത്. ഇതും ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണിയോടെ പതിച്ചു എന്നതാണ് ഇവിടെയുള്ള നാട്ടുകാർ നമ്മളോട് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വ്യോമസേന വെടിവെച്ചിട്ട പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഒന്ന് വന്ന് പതിച്ചതാണ്. ഇവിടെ ഒരു വീടുണ്ട്, വീടിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ കുറെ കാലങ്ങളെ ആൾതാമസം ഉണ്ടായിരുന്നില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും പരിക്കേറ്റതായോ, നമ്മൾ നേരത്തെ ഹിരാഡി കോളനിയിൽ പോയിരുന്നു. ജമ്മുവിൽ തന്നെയുള്ള ആൾതാമസമുള്ള ജനനിബിഡമായ ഒരിടത്ത് ഇതുപോലെ ഒരു ഡ്രോൺ പതിച്ചു. അവിടെ ഉണ്ടായ അത്രയും ഒരു ബുദ്ധിമുട്ട്, പരിക്കുകളൊന്നും ആർക്കും ഇവിടെ ഉണ്ടായില്ല. കാരണം ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഈ ഡ്രോൺ വീണതിന് ശേഷം ഇവിടെ ഉണ്ടായ ചില കാഴ്ചകൾ മാത്രമുണ്ട്. കുറേ ഷീറ്റുകളും മറ്റുമൊക്കെ ഇവിടെ ഇങ്ങനെ പൊട്ടി ചിതറി കിടക്കുന്നു. അവിടെ 1-2 മരങ്ങളൊക്കെ മുറിഞ്ഞ് കിടപ്പുണ്ട്. ഈ വീടിന്റെ മുകളിലുള്ള ഭാഗം കുറച്ച് തകർന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിന്നുള്ള ഒരു പ്രകമ്പനം കൊണ്ടായിരിക്കും ഇതിന് അപ്പുറത്തുള്ള പെട്ടിക്കടകൾക്കും മറ്റുമൊക്കെ കേടുപാടുകൾ പറ്റിയതായും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടെ ഒരു ഉന്തുവണ്ടി ഈ തലകീഴായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ ഡ്രോണ് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ വന്ന് പതിച്ചതല്ല. അത് വ്യോമസേന വെടിവെച്ചിട്ടതിന് ശേഷം അത് തകർന്നു വന്ന് അതിന്റെ അവശിഷ്ടങ്ങളായി വീണതാണ്. അപ്പോഴുണ്ടായ ഒരു പ്രകമ്പനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇവിടെ കുറെ നാട്ടുകാരുണ്ട്, ഒന്ന് അവരോട് ചോദിക്കാം. ഈ കിतने बजे हुआ ये? देखिए, मैं एग्जैक्ट टाइम तो बता नहीं सकता, करीबन 6 और 6:30 के बीच में हुआ ये. 6 और 6:30 के बीच में. 6-നും 6:30ക്കും ഇടയിൽ ഇത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. तो उसके बाद जैसे ही दिनचर्या हुई तो हमने जब पता लगाया कि भाई ये तो यहाँ ये ऊपर सीधा आप्शंभु मंदिर पड़ता है. तो ये एंट्री गेट है, आप देख सकते हैं एंट्री गेट है. ये एंट्री गेट के ऊपर पड़ा है और दूसरा भी हमारे जम्मू में ही पड़ा है दूसरी तरफ. आप यहाँ पे तो 2 जगह पड़ा है. ये ड्रोन का कुछ था इधर? मैं कह नहीं सकता, मगर जो हमारी इंडियन एयर सिस्टम जो हमारा बॉर्डर पे लगा हुआ है वो आई थिंक उसने डिफ्यूज किया होगा. वो ऊपर से जो छर्रे गिरे होंगे, जो बॉम्ब गिरा है, तो वो यहाँ पे आप देखिए ना, ये छर्रे लगे हैं. मे भी नीचे फटा हो, एग्जैक्ट मैं बता नहीं सकता क्योंकि मैं आई विटनेस नहीं हूँ, मगर आवाज आई थी. जब ये गिरा था तो आवाज आई थी, तो लगा था कोई चीज गिरी है जी. इधर कोई रहने वाला नहीं था ना ये घर पे? नहीं, यहाँ पे भी कोई नहीं था, वहाँ पे कोई नहीं. ये तो ऊपर वाले की खुशनसीबी है कि यहाँ पे कोई नहीं था. और मैं आपको बता दूं कि ये जम्मू है, यहाँ पे हमारा बावे वाली माता है, माता का मंदिर है, बड़ी महानता है उसकी. एक वैष्णो माता है जो हम पूरे ऑल ओवर इंडिया में वैष्णो देवी लोग जाते हैं, आप भी शायद जाते हो, वहाँ पे जाते हैं. और माता की बड़ी मेहर है यहाँ पे, जम्मू के अंदर बड़ी मेहर है, जम्मू कश्मीर के अंदर. और पाकिस्तान अभी नहीं, ये 47, 65, 71 अभी जम्मू का कुछ नहीं बिगाड़ सकता. माता रानी की फुली सपोर्ट है. और हमारी जो इंडियन आर्मी जो बैठी है वहाँ पे बॉर्डर के ऊपर, उनकी पूरी सपोर्ट है. वो है तो हम हैं. അദ്ദേഹം പറയുന്നത് നമ്മുടെ സൈന്യം അവരെ കാത്തു സംരക്ഷിക്കുന്നു, ഒപ്പം തന്നെ ദൈവകൃപയും ഇവർക്ക് ഒപ്പം ഉണ്ട്. അതുകൊണ്ടാണ് വലിയ നാശനഷ്ടം, ഈ ചെറിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്ത് അത് ഏതെങ്കിലും ആളപായം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാത്തത് ഇവരുടെ ഭാഗ്യം കൊണ്ടെന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ സൈന്യം ഇങ്ങനെ അതിർത്തിയിൽ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നിടത്തോളം അവർക്ക് വലിയ ധൈര്യമുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് ഇത്തരം ആക്രമണങ്ങളൊന്നും ആ തരത്തിൽ വലിയ ഭയത്തോടെ കാണേണ്ടതില്ല എന്നതാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ആൾ പറയുന്നത്. അങ്ങനെ നമ്മുടെ സൈന്യത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡ്രോണുകളും മറ്റും നേരിട്ട് ഇതുവരെ പതിച്ചിട്ടില്ല. ഈ നമ്മളിപ്പോൾ പോയ ഇടങ്ങളിലൊക്കെ തന്നെ ഡ്രോണുകൾ നേരിട്ട് വന്ന് പതിച്ചതല്ല, അതിനെ വെടിവെച്ചിട്ടതാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. നേരിട്ട് വന്ന് പതിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല. അതിനുള്ള ആ തരത്തിൽ വീഴാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സൈന്യത്തിന്റെ കൈവശമുണ്ട്, പ്രതിരോധ സേനയുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള വലിയ ആൾനാശമോ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇതാണ് ജമ്മുവിലെ. ഇപ്പോൾ ഞാൻ നഗരമധ്യത്തിൽ തന്നെയാണ്, അധികം ദൂരോട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല. നഗരത്തിനുള്ളിൽ തന്നെ കറങ്ങുമ്പോൾ തന്നെയാണ് ഈ തരത്തിൽ 2-3 സ്ഥലങ്ങളിൽ ഇതുപോലെ ഇന്നലെ രാത്രി എന്ന് പറയാൻ കഴിയില്ല, ഇന്നിപ്പോൾ രാവിലെയോടെയാണ്. ആദ്യം നമ്മൾ പോയ സ്ഥലത്ത് ഏതാണ്ട് 5:30-ക്ക് ശേഷമാണ് പുലർച്ചെ സംഭവിച്ചത്. ഇതിപ്പോൾ 6 മണിക്കും 6:30ക്കും ഇടയിൽ എന്നതാണ് ഈ നാട്ടുകാരൻ പറയുന്നത്. ഉഗ്രശബ്ദത്തോടെയുള്ള ഒരു പൊട്ടിത്തെറി കേട്ടു എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ ശബ്ദം കേട്ടാണ് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. പിന്നീട് ഇവിടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നീട് പോലീസും മറ്റ് സംവിധാനങ്ങളും വന്ന് ആ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നീക്കിയിട്ടുണ്ട്. ഇപ്പോഴുള്ള കാഴ്ച ഈ തരത്തിൽ അതുണ്ടാക്കിയൊരു ഇമ്പാക്ട്, ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റാണ് നമുക്കിപ്പോൾ ഈ ജമ്മുവിലെ ഈ ആപ്ശംഭു മന്ദിർ
റോഡിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഹഷ്മി.